തികച്ചും കെട്ടിച്ചമച്ചതാണ്. ഇത് പറയണമെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ടിനിട്ടോ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് നീനാക്കുറിപ്പ് മാത്രം കേട്ടു? ഞങ്ങൾ 504 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഒരു 10 പേര് ടിനിട്ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ നീനാക്കുറിപ്പ് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് അൻസിബെ നീനാക്കുറിപ്പ് പിന്നെ ടിനിട്ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി കൊണ്ടുവരാം. പക്ഷേ നീനാക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അൻസിബ പറയണം, ഞാൻ കേട്ടു, ടിനി ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി ഒന്ന് പറയട്ടെ, ആ മോള് പറയട്ടെ. എന്നെ പറ്റി അപവാദം പറയുന്നു, അൻസിബയ്ക്ക് പരാതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അൻസിബയും മലയാളത്തിൽ ഒരു മഹാനടനെയും ചേർത്ത് വെച്ചിട്ട് അപവാദം പറയുന്നത് മുഖു പരമേശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ അൻസിബ പറയുന്നത് ന്യായമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഉണ്ട്. കാരണം ഈ നടപടി വേണം. ഞങ്ങള് ഇതിനെതിരെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ടിനിട്ടോമാണ്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒച്ച ഉണ്ടാക്കിയ വ്യക്തി ടിനിട്ടോമാണ് ആദ്യം. അതൊന്നും അൻസിബയ്ക്ക് അറിയില്ല. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 30-ാം തീയതിയാണ് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലുള്ള ഞങ്ങളുടെ മീറ്റിംഗ് ഞങ്ങൾ ഈ കത്ത് എടുക്കുകയാണ്. അതുല്യയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? അപ്പൊ ഈ കത്ത് എടുത്തപ്പോ ഈ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ച് സെക്രട്ടറി വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരിവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാൻ സാക്ഷിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ തീർച്ചയായിട്ടും നടപടി വേണം. ഇത് എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയിലാണ്. ഇതിപ്പോ ഇന്നലെ എന്നിലേക്ക്, ഇത് ഇന്ന് പിന്നെ ടിനി ചേട്ടനിലേക്ക്, നാളെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ്. ജനറൽ ബോഡിയിൽ സംസാരിക്കാനിരിക്കെ തന്നെയായിരുന്നു. അത് മാത്രമല്ല അതിനു മുൻപും ഞങ്ങൾക്ക് പല കാര്യത്തിനെ കുറിച്ചും സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. കാരണം ഈ CCTV കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പരിശോധിക്കണമായിരുന്നു. ശരിയാണ്, ആകെ 16 CCTV ഉണ്ടായിരുന്നിടത്ത് അത് ബാത്റൂമിന്റെ വാതിലടക്കം 21 CCTV വെച്ചിട്ടുണ്ട്. താക്കോലുകൾ ഞങ്ങൾക്ക് തരണ്ട എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് കണ്ണും കൂട്ടി നമുക്ക് നാളെ തൊട്ട് നിങ്ങൾ വരണ്ടാട്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ നടപടിക്രമം എന്ന രീതിയിലാണ് നമ്മളൊന്ന് അമിക്കബിൾ ആയിട്ട് അതിനെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞു. സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കാൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ നടപടി എടുക്കണ്ടേ? ഒരു പെൺകുട്ടിയെ നിന്ന നിൽപ്പിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയ കുട്ടിയല്ലല്ലോ അതുല്യ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയെ പിരിച്ചുവിടുക, പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കെതിരെ അലിഗേഷൻസ് കൊണ്ടുവരിക, സെക്യൂരിറ്റി കൊടുത്ത പരാതി പിന്നെ ഇത് വ്യാജ പരാതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല കഥകളും ഉണ്ടാക്കി പറയാം. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും സ്പഷ്ടമായിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്ന് തന്നെയാണ് അവിടെ നടന്നത്. ജനറൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതെ, ആ സമയത്താണ് ഇപ്പോൾ നേരെ എതിരിൽ നിൽക്കുന്ന ടിനിട്ടോമിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്. അതെ, ഇന്നലെ ഒരു വലിയ ഐ ക്യാമ്പയിനിങ് നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസില്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. ഈ നീന ചേച്ചിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. ഈ നീനക്കുറിപ്പ് അത്ര ബോൾഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മതിലിനോട് ചേർന്നിരിക്കുന്നതല്ലേ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അവര് പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്? എന്തുകൊണ്ടാണ്? നീനക്കുറിപ്പാണ് ഈ വാക്കുകളൊക്കെ പറയുകയും ഭയങ്കര ഷൗട്ട് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രമാണ് വരുന്നത്. പക്ഷെ എനി ടൈം ഏത് പച്ച പാതിരാത്രിക്ക് നമുക്ക് പ്രസിഡന്റിനെ ഫോൺ വിളിക്കാൻ പറ്റും. പ്രസിഡന്റിന് എന്ത് കാര്യം മെസ്സേജ് അയച്ചാൽ അതിന് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രസിഡന്റിനെ യാതൊരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല. അത് ഇന്ന് രാവിലെ മാല പാർവതി ചേച്ചി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്വേത ഇതൊന്നും അറിയുന്നില്ല. അറിയിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. കാരണം പ്രസിഡന്റിന് ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയല്ലോ, അതുല്യ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചല്ലോ. അന്ന് തന്നെയാണ് പിന്നെ അതുല്യ ആദ്യമേ പ്രസിഡന്റും സെക്രട്ടറിക്കും ഓരോ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കത്ത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ മെയിൽ ആക്സസ് ഒന്നും ഞങ്ങൾക്കില്ല. നമ്മൾ എപ്പോഴും ഓഫീസിൽ പോകുന്നില്ല. മെയിൽ അഥവാ പോയാലും ഞങ്ങൾ ആരും മെയിൽ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഓക്കെ, ഈസിയിലാണ് ഇങ്ങനത്തെ കത്തുകളൊക്കെ വെക്കുക. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിക്കും മാത്രമായിട്ടാണ് ഈ കുട്ടി ആദ്യമേ ഒരു കത്ത് കൊടുക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അതില്ല, ഞാൻ പരിഹാരം ഉണ്ടാക്കാം, അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് വരട്ടെ. പ്രസിഡന്റ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് അത് ഒരിക്കലും ഹൈഡ് ചെയ്യുകയില്ല. അപ്പോ പിന്നെ പ്രസിഡന്റ് പറഞ്ഞു അടുത്ത ഈസിയിൽ നമുക്ക് ഇത് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടിയെ പിന്നെ അച്ചടക്ക ലംഘനമെന്നോ എന്തൊക്കെയോ പറഞ്ഞത് വർക്കിന് എഫിഷ്യന്റ്
കംപ്ലൈന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ പിന്നെ സസ്പെൻഡ് ചെയ്തത്, ഡിസ്മിസ് ചെയ്ത് കളയുന്നത്. ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് പുള്ളിക്കാരി എടുത്ത തീരുമാനമാണ്. അത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പിന്നെ ഇത് എടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി. ഞങ്ങളുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെതിരെയും ഇവർ ഭയങ്കര മോശം പറഞ്ഞു. കാരണം സെക്യൂരിറ്റി ഇതുപോലെ കത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കത്തുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അന്നത്തെ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എടുത്ത് മീറ്റിംഗിലാണ് ഞങ്ങൾ എങ്ങനെയാണ് കത്ത് എടുക്കുക?